സ്കേറ്റ്. മദ്യപാനം ഈ സമൂഹത്തിന് എന്തോരം ദൂഷ്യം ചെയ്യുമെന്ന് നമുക്കൊന്ന് കാണാം. ചങ്ങനാശ്ശേരി, തിരുവല്ല, ആലപ്പുഴ, പന്തളം, അടൂര്, കൊട്ടാരക്കര, മാവേലിക്കര, ഇങ്ങോട്ടൊക്കെ ബസ്സുണ്ടോ? ഇതൊക്കെ കേരളത്തിന്റെ തെക്കൻ ജില്ലകളാണ്. ഈ പയ്യൻ പറഞ്ഞില്ലായിരുന്നു നമ്മളിപ്പോ തെണ്ടിപ്പോയേനെ. ജഗതി, അടൂര്, കൊട്ടാരക്കര, കുതിരവട്ടം, ഇങ്ങോട്ടൊക്കെ ബസ്സുണ്ടോ? ഇവരുടെയൊക്കെ സിനിമകള് സ്റ്റാൻഡ്ലെ ടിവിയിൽ പ്രദർശിപ്പിക്കുന്നതാണ്. ഭയങ്കര തമാശക്കാരനുണ്ടോ നമ്മുടെ പയ്യന? കൊച്ചു പയ്യന. ബൈജു സ്റ്റാൻഡ് വിട്ട് പോണം. എന്തോ? ബൈജു സ്റ്റാൻഡ് വിട്ട് പോണം. പോയില്ലിപ്പോ എന്ത് ചെയ്യും? KL5 5036 ബൈജു സ്റ്റാൻഡ് വിട്ട് പോണം. കൊന്നോളെ നിന്റെ അപ്പം വന്നെന്ന് പറയല്ലേ ശരി. ഈ ബൈജു സ്റ്റാൻഡ് വിട്ട് പോണ പ്രശ്നമൊന്നും ചെയ്യുന്നില്ല. അല്ല, ഇത്രയും പേർക്ക് ഇതൊക്കെ പിന്നെ ബൈജുവിന് എന്താ? ബൈജുവിന് മാത്രം ഇവിടെ നിൽക്കാൻ പാടില്ല. ദ നോട്ട് ദ പോയിന്റ്. ഇവിടെ ഇത്രയും പേർക്ക് നിൽക്കാമെങ്കിൽ പിന്നെ ബൈജുവിന് എന്താ? മോനെ അല്ല കേട്ടോ, ഇവിടെ കണ്ടാണേ കൊച്ചു പയ്യനാന്നേ. അവൻ മീശയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ അതിന്റെ കയറാൻ പറ്റുമോ? അവിടെ ഒന്നോളെ ഞാൻ കേട്ടോ. എനിക്കും ഒരു ബാറുണ്ടെങ്കിൽ ഡെയിലി ഞാൻ അടിക്കും. ഡെയിലി ഞാൻ അടിക്കും. സത്യ ഞാൻ ഡെയിലി അടിക്കും. ഞാൻ ഡെയിലി അടിക്കും മാത്രം ഡെയിലി വല്ലൊരു അടിയും മേടിക്കും. അതിനോട്ട് പ്രോബ്ലം എനിക്ക് വിഷയമില്ല. എടാ, ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ട് അടി. അതുപോലെ ശരിക്കും മേടിച്ചിട്ടുണ്ട്. ദേ ആമ്പിള്ളേരിടിച്ച് കൂമ്പുവാട്ടിട്ടിരിക്കുകയാണ്. സത്യമാണ്. എടാ, കൊച്ചു പിള്ളേർ വരെ എന്നെ തല്ലിയിട്ടുള്ളത് സത്യമായിട്ടും. പക്ഷെ എനിക്ക് അതിന്റെ അഹംഭാവമില്ല കേട്ടോ. നമ്മളെന്തിനാ അഹങ്കരിക്കുന്നത്? എടാ, ദൈവം തന്ന കഴിവുകൊണ്ട് നമ്മൾ അഹങ്കരിക്കേണ്ട കാര്യമുണ്ടോ? താല്പര്യമുള്ളവൻ വരുന്നു തല്ലുന്നു. താല്പര്യമുള്ള കൊണ്ടാ മതി. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടാൽ മതി. ഇതിനകത്ത് വലിയ റിസ്ക് എടുക്കേണ്ട ഒരു കാര്യമില്ല. റിസ്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. പൈസ മുടക്കൂലുണ്ട്. ഇല്ലല്ലോ. പിന്നെ ഞാൻ മൈ നെയിം ഈസ് ബൈജു. എന്റെ പേര് ബൈജു എന്നാ കേട്ടോ. എന്റെ രീതികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വഴിയരികിൽ പതിനായി ചിരിച്ചു നിൽക്കും ബൈജു. അടി കിട്ടിയാൽ ഓടക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ട്. ഇപ്പടി മേടിക്കുന്ന കാണാം. അടി മേടിക്കും എന്ന് പറഞ്ഞാൽ നിമിഷം അടി മേടിക്കും. അതാണ് ബൈജു. ബൈജു പറഞ്ഞ പോലെ അടി മേടിക്കുന്ന നിമിഷം അടി മേടിച്ചു. അതിന് ബൈജുവിനൊരു മടിയില്ല. പട്ടി നിന്റെ അപ്പൻ. ഇങ്ങനെ മേടിക്കാം. എനിക്കിപ്പോ അടി മേടിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ എനിക്കതല്ല, എനിക്കൊരെണ്ണം വേണം. കൊണ്ടു നോക്കാത്തതുകൊണ്ടാണ്. എനിക്കറിയാൻ ഭയങ്കര സെറ്റപ്പാ. ഇവനൊക്കെ വലിയ മാന്യന്മാരെ നല്ല ഞാൻ മേടിച്ചിട്ടു. പിന്നെ ഹലോ ഹലോ, ഇത്രയും തടിയും തന്റെ കൂടെ ഒക്കെ ഇല്ലേ? അതെ. നമ്മളൊരടി അടിക്കാൻ പാടില്ല. എന്തോ ചുമ്മാ നമ്മളൊരടി അടിക്കുന്നു. തന്നെ വെറുതെ തല്ലുന്നതിനാ? അല്ല, നീ എന്നെ തല്ലാത്തത് എന്താ? നീ എന്നെ തല്ലറിയാൻ ഞാനെന്ത് തെറ്റ് ചെയ്തു? എടാ, ഒരു കാര്യമില്ല. ഞാൻ തന്നെ തല്ല കാര്യം എന്താ? നീ എന്നെ തല്ലത്തില്ല. അപ്പൊ കാര്യമില്ല. ഞാൻ തല്ലുന്നതിനാ? ഒരു കാര്യമില്ല. ഇന്നുവരെ നീ ആരും തല്ലിട്ടില്ല. ഞാൻ ഈ വിവരമില്ലാത്തവരെ തല്ലാറില്ല. വിവരമില്ല എന്നാ നീ ജില്ലാ കളക്ടറെ പോയി തല്ലടോ. നമുക്ക് ഇത്രയും വിവരം വിദ്യ നമ്മൾ ചോദിച്ചു നോക്കണം. എടാ, തനിക്കിപ്പോ എന്താ വേണ്ട? എന്താ നീ എന്നെ തല്ലത്തെന്താ? എടാ, ഒരു കാര്യം തന്നെ തല്ല. ഞാൻ എന്തിനാ? ഒരു കാര്യമില്ല. ഇന്നുവരെ നീ ആരും ഇല്ല. ഞാൻ തല്ലിയിട്ടില്ല. തല്ലിയിട്ടില്ല. കാരണം ഉണ്ടോ? നീ കാരണം അടി കാരണം ഞാൻ പോകെ. അപ്പൊ അടിക്കുന്നു. ഞാൻ അടിക്കും. അടിക്കും. എന്നത്തെ പിടിച്ചോ. വൃത്തിയിട്ടോ.
ഓരോ അടി വരുന്ന വഴി. നിർത്തിയില്ലോ. ആ വണ്ടി നിർത്തില്ലല്ലേ? ഇപ്പൊ പോയ വണ്ടി നിർത്തില്ലല്ലേ? നിർത്തിയില്ല, അത് പോയി. ഞാൻ കണ്ടായിരുന്നു. ഞാനും കണ്ടായിരുന്നു വണ്ടി നിർത്താണ്ട് പോണത്. പക്ഷെ ആ വണ്ടി നിർത്തുവെന്ന് ചേട്ടന് കയറി പോകാറുന്നില്ലേ? പക്ഷെ വണ്ടി നിർത്തിയാലേ കയറി പോകാൻ പറ്റുള്ളൂ. ആ നിർത്തില്ല, പക്ഷെ നിർത്തുവെന്ന് കയറി പോകാറുന്നു. എടോ നിർത്തിയാലല്ലേ എനിക്ക് കയറി പോകാൻ പറ്റുള്ളൂ. പക്ഷെ എന്താ വണ്ടി നിർത്താൻ പോയ? ഇന്നാണ് ഞാൻ നിർത്തിയോണ്ട് സത്യമായിട്ട് എന്റെ അമ്മയാണ് നേരി ഞാൻ കണ്ട. എടോ ആ വണ്ടി നിർത്തിയാലേ എനിക്ക് കയറി പോകാൻ പറ്റുള്ളൂ. ആ നിർത്തില്ല, നിർത്തിയില്ല. നിർത്തുവരുന്ന നമുക്ക് കയറി പോകാറുണ്ട് അല്ലേ? നിർത്തണം. നിർത്തണം. പിന്നെ എന്നാ വായുവിളിയെ മേടിക്കാൻ പോയത്? ചോദിക്കാൻ പാടില്ലായിരുന്നു. എന്ത്? നമുക്ക് വായുവിളിക്ക് പോയാണെന്ന് നമുക്ക് ചോദിക്കാൻ നമുക്കറിയാൻ പറ്റില്ല. എടോ നിർത്തിയല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ, വായുവിളിക്കാണോ പോയില്ലേ എന്നുള്ളത്. നിർത്തിയില്ല, പക്ഷെ നിർത്തുവരുന്ന നമുക്ക് ചോദിക്കാറുണ്ട്. വന്നടാ നിർത്തിയാൽ മാത്രമേ നമുക്ക് ചോദിക്കാൻ പറ്റൂ. ചോദിച്ചോളാം. നെഞ്ചത്തോടി കയറി പോയനെ. നമ്മൾ രണ്ടുപേരും നോക്കുന്നുണ്ട് രക്ഷോട്ടല്ലേ? അല്ല നമ്മുടെ നെഞ്ചത്ത് കയറി എന്റെ അമ്മ ചെയ്യൂ. നമ്മളിപ്പോ ചത്തുപോയ നോക്കിക്കണേ. നിന്നോളാ. നോക്കി നിക്ക്. എടോ നിന്നോളാടെ സമയത്രേ. നിക്കപ്പ സമയത്രേ ചേട്ടാ. നമ്മന്നെ സമയത്രേ. സമയം 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 ആണോ? അല്ല സമയം അല്ല, സമയത്രേ. സമയം മിസ്റ്റർ സമയല്ലേ? സമയം പറ. സമയം പറ. അതിനോട്ട് പ്രോബ്ലം. ഓക്കെ. അയ്യോ വാറ്റില്ലല്ലോ അമ്മല്ലേ. ഇത് കണ്ടോണ്ട് തന്നെ ഞാൻ തന്നോട് സമയം ചോദിച്ചു കേട്ടാ. ആണോ? നിന്റെ സമയം ആയില്ല. നിന്റെ സമയം ആകുമ്പോ പള്ളി മണിയടിക്കും. നീ മൂക്കിപ്പഞ്ഞൊക്കെ വെച്ചിരുന്നോ കേട്ടോ. നമ്മുടെ പയ്യനാ, അവനെന്നെ കളിയാക്കുവാ. വലിയ അഭ്യാസർക്കല്ലേ ഈ നെഞ്ചത്ത് കറണ്ടോ ഇടിച്ചിന്റെ കൂമ്പിയാൻ പറ്റില്ല. വലിയ അഭ്യാസർ ഇരിക്കുന്ന ചെറുപ്പക്കാരെ കണ്ട അവര് കയറി ഒന്ന് തന്റെ കൂമ്പിടിച്ച് പാട്ടും. അത് ഇവിടെ ഇരിക്കുന്ന ഒറ്റ ചെറുപ്പക്കാർ വിചാരിച്ചാൽ ഇനി നടക്കില്ല. ഇനി നടക്കൂലേ? അന്ന് നടക്കൂലാത്ത അത് നേരത്തെ ആമ്പിള്ളേർ ഇടിച്ച് വാട്ടിയില്ലേ? അപ്പൊ